ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലേക്ക് പ്രയർ ഗ്രൂപ്പായി കടന്നു വന്ന് തിരുവചന പഠനത്തിനായി കൂടി വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം തമ്പുരാൻ നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി കരയറ്റും. നാം തിരുവചന പഠനത്തിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നാം വിവിധങ്ങളായ വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുകയുണ്ടായി. ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തിരുവചനം പഠിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് തിരുവചനം പഠിക്കേണ്ടത്. പഠിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ദൈവം തമ്പുരാൻ അനുവദിക്കാതെ നമുക്ക് തിരുവചനം പഠിക്കുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ 2 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ദൈവം തമ്പുരാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തിരുവചനം പഠിക്കുവാനായിട്ട് സാധ്യമാകുള്ളൂ. എല്ലാ കാര്യങ്ങളും സാധ്യമാകുകയുള്ളൂ. പ്രത്യേകിച്ച് തിരുവചന പഠനം ദൈവം അനുവദിക്കണം. 2ാമത് ഞാൻ പറഞ്ഞത് തിരുവചന പഠനം നടത്തുന്നത് നാം ഓരോരുത്തരുമാണ്. മറ്റൊരാള് പറഞ്ഞു തന്നാൽ അത് ശരിയാകത്തില്ല. അപ്പൊ നാം ഓരോരുത്തരും തിരുവചനം പഠിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. അതാണ് ഈ സത്യവേദ പുസ്തകത്തിന്റെ പ്രത്യേകത തന്നെ. മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അതിനെ നമ്മുടെ തിരുവചന പഠനത്തിന് സഹായകരമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലും നാം അതാണ് കണ്ടത്. തിരുവചനം നാം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ 1 മുതൽ 4 ക്ലാസ്സുകൾ ഈ ഇൻട്രൊഡക്ഷന് വേണ്ടി ചെലവഴിക്കുവാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നാം തിരുവചനം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പശ്ചാത്തല വിവരങ്ങൾ നാം മനസ്സിലാക്കണം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം തിരുവചനം പഠിക്കുവാൻ. അപ്പോഴാണ് കൂടുതലായിട്ട് തിരുവചനം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം വായിക്കുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും ഒക്കെ തിരുവചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് മനസ്സിലാകുവാൻ പശ്ചാത്തലങ്ങളായ പല കാര്യങ്ങളും അറിയുന്നത് നന്നായിരിക്കും. ആ കാര്യങ്ങളാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളായി നാം കണ്ടത്. നമുക്കറിയാം, നാം തിരുവചന പ്രസംഗങ്ങൾ ഒരുപാട് കേൾക്കുന്നവരാണ്. അതുപോലെ തന്നെ നാം എല്ലാവരും തിരുവചനം ധ്യാനിക്കുന്നവരുമാണ്, വായിക്കുന്നവരാണ്. ഇങ്ങനെ വായിക്കുമ്പോഴും നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും വളരെ പരിചിതമായ ചില പേരുകളൊക്കെ ഉണ്ട്. പ്രസംഗം ആര് പ്രസംഗിച്ചാലും ഒരു പക്ഷെ ആ ഒരു വ്യക്തിയെ പറ്റിയോ ഒരു സംഭവമായിരിക്കും. അങ്ങനെ സുപരിചിതങ്ങളായ പേരുകളും സംഭവങ്ങളും ഒക്കെ നമ്മുടെ തിരുവചന ധ്യാന സമയത്തും തിരുവചന പാരായണ സമയത്തും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പൊ അത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോ നോഹ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ്. അതുപോലെ അബ്രഹാം, യോസഫ്, മോശ, രൂത്ത്, ഏലിയാവ്, ഏലിശ, യോന, ദാനിയേല്, എസ്തർ, ഇതൊക്കെ നമ്മള് വേദഭാഗം വായിക്കുമ്പോഴും ഈ പേരുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രസംഗങ്ങളിലൂടെയും നാം ഇവരെയൊക്കെ ബന്ധപ്പെടുത്തി കാര്യങ്ങൾ നാം കേട്ടിട്ടുമുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഈ ആള് ആരാ? ഈ ആളാരാ? പിന്നെ വേർ, ഇതേ ഏത് സമയത്താ, എപ്പോഴാണ് പറഞ്ഞത്? ഈ 3 കാര്യങ്ങൾ ഒരാളുടെ പേര് കേൾക്കുമ്പോഴോ ഒരു സംഭവം കേൾക്കുമ്പോഴോ നമ്മുടെ മനസ്സിലൂടെ വന്നാൽ ഓക്കെയാ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. നാം സുപരിചിതമായ ചില ആളുകളുടെ പേരുകളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഇപ്പൊ നോഹ, അബ്രഹാം, യോസഫ്, മോശ, രൂത്ത്, ഏലിയാവ്, ഏലിശ, യോന, ദാനിയേല്, എസ്തർ, ഇതൊക്കെ നമ്മൾ സുപരിചിതമാണ് ഇവരുടെയൊക്കെ പേരുകൾ. ഇവരുടെയൊക്കെ പേരുകളും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നാം കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം? ഏതൊക്കെയാ ചോദ്യം? ഈ ആൾ ആരാ? ഇപ്പൊ നോഹയെ പറ്റി പറയുമ്പോ ഈ നോഹ ആരാ? പിന്നെ 2ാമത്തെ ചോദ്യം, ഇത് നോഹ എവിടെ വെച്ചാ പ്രവർത്തിച്ച സ്ഥലമേതാ? 3ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് ഏത് കാലഘട്ടത്തിലാണ്, എപ്പോഴാണ് നടന്നത്? ഈ 3 കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടുകൊണ്ട് ആ ഭാഗം വായിക്കുമ്പോഴാണ്
നാം അത് യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടു മറന്ന് അങ്ങനെ അങ്ങനെ അങ്ങ് ഉപരിപ്ലവമായി അങ്ങ് പോകത്തേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആ സമയത്ത് വന്നാൽ അർത്ഥവത്തായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം തിരുവചനത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടു, ഇത് കെട്ടുകഥയല്ല, ഇതൊക്കെ ചരിത്രപരമായി യാഥാർത്ഥ്യങ്ങളാണ്. അതിന് തെളിവുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നാം കണ്ടു. അപ്പം ഇത് കെട്ടുകഥയല്ല, നടന്ന സംഭവങ്ങളാണ്, ജീവിച്ചിരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം, ഇന്ന സമയത്ത് നടന്ന, ഇത് ഇന്നാരാണ്, ഇത് ഇന്ന സ്ഥലത്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ധാരണ നമുക്ക് വരണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഇൻട്രൊഡക്ഷൻ ഈ സമയത്തെല്ലാം ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ വരണം. എങ്കിൽ മാത്രമേ തുടർന്ന് നിങ്ങൾ വേദപഠനം നടത്തുമ്പോഴും സ്വയമായി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റൊരാള് ഈ ഭാഗങ്ങളെ ആസ്പദമാക്കി സംസാരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അത് പതിയത്തുള്ളൂ. അപ്പോ അതാണ് ഇതിന്റെ പ്രാധാന്യം. ഈ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുന്നതിന്റെ പ്രാധാന്യം അതാണ്. അപ്പൊ ഇന്നും നമുക്ക് നമ്മുടെ 4ാമത്തെ ക്ലാസ്സായി നമുക്ക് വീണ്ടും തിരുവചന പഠനത്തിനായി ഒരുങ്ങാം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തിയേൽപ്പിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പ്രിയ മക്കളാവുന്ന ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനക്കൂട്ടമായി തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് അങ്ങയുടെ വചനം പഠിക്കുവാനായി വരുമ്പോൾ അങ്ങയുടെ വലിയ കൃപ, സാന്നിധ്യം, കരുതൽ കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളായിരിക്കാൻ ഇടയാകണമേ. പ്രിയ കർത്താവെ, അങ്ങയുടെ വചനം പഠിക്കുവാനുള്ള കൃപ നീ തരണമേ. നീ തരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല എന്ന് നിങ്ങൾ അറിയുന്നു കർത്താവെ. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ വ്യക്തികളായി കുടുംബങ്ങളായി തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങളെക്കാൾ ഉപരിയായി നീ അറിയുന്നതുമാകിയാൽ സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പേരുപേരായി കുടുംബങ്ങളായി തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നീ ഉത്തരം അരുളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലവാനായ ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ശരണപ്പെടുന്നു. പ്രിയ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ചാണ്. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ നിലനിർത്തണമേ. കർത്താവെ, അങ്ങയുടെ വചനം കർത്താവെ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ബലഹീന അടിയനെ ബലപ്പെടുത്തണമേ. അത് യഥാവണ്ണം മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ചില വ്യക്തികൾ, നമുക്ക് സുപരിചിതമായ ചില വ്യക്തികളുടെ പേര് പറഞ്ഞു. ഈ പേര് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിലൂടെ ഈ ആൾ ആരാണെന്നോ, ഈ ആള് ഏത് പ്രദേശത്ത് ഏത് സ്ഥലത്താണ് ഈ ആള് ജീവിച്ചതെന്നോ, ഈ ആള് ഏത് സമയത്താണ് ജീവിച്ചിരുന്നതെന്നും മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഒരു ഉദാഹരണം, ഇപ്പൊ ആദ്യത്തെ പേര് ഞാൻ പറഞ്ഞ നോഹ. ഈ നോഹ ആരാ? ഈ നോഹയുടെ കാലഘട്ടം ഏതാ? ഈ നോഹ ജീവിച്ചിരുന്ന എവിടെയാ? അത് നമ്മുടെ മനസ്സിലോട്ട് വരുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. വരുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യം പഠിക്കാൻ ഓക്കെയാ. അപ്പൊ ഇത് വരണം. ഈ നോഹ എന്ന് കേൾക്കുമ്പോൾ ആ ആളിനെ പറ്റി ഒരു ചെറിയ ധാരണ നമുക്ക് വരണം. രണ്ടാമത് പറഞ്ഞ അബ്രഹാമിനെ പറ്റി നമുക്കറിയാമായിരിക്കും. അബ്രഹാം യഹോവയായ ദൈവം വിളിച്ച് ഇറക്കുന്നതും ഞാൻ കാണിപ്പായിരിക്കും ദേശത്തേക്ക് പോകുക, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യം, കുറച്ചുകൂടെ സുപരിചിതമാണ്. പിന്നെ പറഞ്ഞ പേര് ജോസഫ്. ജോസഫിനെ പറ്റിയും നമുക്കൊരു ധാരണയുണ്ടെന്ന് അതിന്റെ ചിന്ത. യോസഫ് ആരാണ്? യോസഫിന്റെ പ്രവർത്തനം ഏത് രാജ്യത്തായിരുന്നു? പിന്നെ ഏത് സമയത്താണ് ജോസഫ് പ്രവർത്തിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ട് എങ്കിൽ തുടർന്നുള്ള പഠനത്തിന് അത് വളരെയധികം സഹായകരമാകും. അപ്പൊ നോഹ, നമുക്കറിയാം ജലപ്രളയത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്കറിയാം. ഈ നോഹ ജീവിച്ചിരുന്ന അബ്രഹാമിന് മുമ്പാണോ മുമ്പാണോ അറിയാമോ? ഒരടുക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടോ? നോഹ ജീവിച്ചിരുന്നത് അബ്രഹാമിന് മുൻപാണ്. അബ്രഹാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു, 12ാം അധ്യായത്തിൽ നിന്നാണ്. ഇസ്രായേലിന്റെ തുടക്കം, ഇസ്രായേൽ ജനതയുടെ തുടക്കം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായം മുതല്. ഈ 12ന് മുമ്പുള്ള ആളാണ് നോഹ.
നോഹയെ പറ്റി നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ് നോഹയെ പറ്റി പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം ഈ അബ്രഹാമിന് മുമ്പുള്ള ആളാണ് നോഹ. അപ്പൊ ആദ്യ മനുഷ്യരായ ആദം, ഞാൻ വളരെ വേഗത്തിൽ അങ്ങ് പറയുക, ആദം, ഹൗവ, അവരുടെ മക്കളെ ഇങ്ങോട്ട് വന്നു. അവര് അംഗസംഖ്യ കൂടിക്കൂടി വന്നു. അംഗസംഖ്യ കൂടിക്കൂടി വന്നപ്പോൾ അവര് പല തെറ്റുകളിലേക്കും പോയി. അങ്ങനെ ജനമെല്ലാം വഷളായപ്പോൾ യഹോവയായ ദൈവം അതിനെ ഫിൽട്ടർ ചെയ്യാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ഈ വളരെയധികം അസത്യങ്ങളും വളരെയധികം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഈ ലോകത്തുണ്ടായപ്പോൾ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്യുവാനായിട്ടാണ് ജലപ്രളയം കൊണ്ട് ഈ ഭൂമിയെ ശുദ്ധീകരിച്ചത്. അതില് നോഹയെ മുഖാന്തരമാണ് യഹോവയായ ദൈവം അതിന് വിടുതലിനെ വെച്ചത്. നോഹ ഒരു പെട്ടകം പണിഞ്ഞു. അതിൽ 8 പേര്, മനുഷ്യരിൽ നിന്ന് 8 പേര് അതിലുണ്ടായിരുന്നു. എല്ലാ മൃഗജാതികളും അതിൽ കയറി. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെയാണ് ഈ നോഹയുടെ സ്ഥാനം. ഈ ചരിത്രം, ഞാൻ ചരിത്രം വേഗമെന്ന് പറയുക. അപ്പോ അങ്ങനെ ആദം, ഹൗവ, അവരുടെ മക്കള്, ആ ഒരു തലമുറ ഇങ്ങോട്ട് വന്നു. ജനങ്ങളെല്ലാം വഷളായി. അപ്പോൾ യഹോവയായ ദൈവം ഭൂമിയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ആ നശിപ്പിൽ നിന്ന് ഒരു ശേഷിപ്പുണ്ടാകുവാൻ തക്കവണ്ണം അതിനുവേണ്ടി നോഹയെ ദൈവം ഒരുക്കി. അങ്ങനെ നോഹയിലൂടെ ഒരു ചെറിയ കൂട്ടം പിന്നീട് ഈ ഭൂമിയിലായി. അങ്ങനെ നോഹയുടെ കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാണുന്ന പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അബ്രഹാം. ഈ 12-ാം അധ്യായം മുതൽ പിന്നെ അങ്ങോട്ട് കാണുന്നത് അബ്രഹാമാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു, ഒരു പുതിയ ജാതിയാക്കി. അങ്ങനെ അബ്രഹാം തന്റെ യാത്ര തുടർന്നു. ഭാര്യയും അതുപോലെ തന്നെ സഹോദരപുത്രനും കൂടെ ചേർന്ന്, ലോത്തും കൂടെ ചേർന്ന് യാത്ര തുടർന്നു. പിന്നെ അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക്, പിന്നെ ഇസഹാക്കിന്റെ മകനായ യാക്കോബ്. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. ആ 12 മക്കളിൽ ഒരുവനായിരുന്നു യോസഫ്. അപ്പം അബ്രഹാം കനാൻ നാട്ടിലാണ് പലയിടത്ത് കറങ്ങി വന്നു. ആ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാ. പല സ്ഥലങ്ങളിൽ കറങ്ങിയിട്ട് ഒടുവിൽ കനാനിലെത്തി. കനാനിലെത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചാണ് ഇസഹാക്കും യാക്കോബും ഒക്കെ ജനിച്ചത്. യാക്കോബിന്റെ കാലത്ത് ഒരു വലിയ ക്ഷാമം കനാനിലുണ്ടായി. അങ്ങനെ ആ ക്ഷാമം ഉണ്ടായപ്പോൾ ഭക്ഷ്യ സാധനങ്ങൾക്ക് വേണ്ടിയാണ് ഇവര് ജോസഫിന്റെ കെയറോപ്പിൽ ഇവിടെ പോയി മിസ്രൈമിലെത്തിയത്. അപ്പൊ ജോസഫ് അങ്ങനെ മിസ്രൈമിൽ പോയത് നമുക്കറിയാമല്ലോ. അങ്ങനെ ജോസഫിന്റെ അടുത്ത് ഈ യാക്കോബും ബാക്കിയുള്ള മക്കളും എത്തിച്ചേർന്നു. അങ്ങനെ അവര് ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ താമസമാക്കി. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകുന്നുണ്ടല്ലോ. മിസ്രൈമിൽ താമസമായി. അങ്ങനെ മിസ്രൈമിൽ താമസിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ രാജാക്കന്മാരും മിസ്രൈമിലെ രാജാക്കന്മാരും മാറി മാറി വന്നു. അപ്പോൾ യോസഫിനെ അറിയാൻ പാടില്ലാത്ത ഒരു രാജാവ് മിസ്രൈമിൽ രാജാവായപ്പോൾ ഈ ഇസ്രായേൽ മക്കൾ അന്ന് മുതല് പീഡനം അനുഭവിക്കാനായിട്ട് തുടങ്ങി. അവര് വന്ന് താമസിക്കുന്നവർ എന്നുള്ള രീതിയിൽ അവരെ അടിമകളാക്കി. അങ്ങനെ വളരെയധികം പ്രയാസങ്ങളിലൂടെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ജീവിച്ചു. ഈ കാര്യങ്ങൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ പ്രയാസം കണ്ട് യഹോവയോട് അവർ നിലവിളിച്ചപ്പോൾ അവരെ രക്ഷിപ്പാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളാണ് മോശ. അത് നമുക്കറിയാമല്ലോ. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ അവര് യാത്ര തുടർന്നു. അവര് കനാൻ നാട്ടിലേക്ക് പോയി. കനാൻ നാട്ടില് മോശയുടെ കാലം കഴിഞ്ഞ് യോശുവ നേതാവായി. യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിൽ പ്രവേശിച്ചു. അങ്ങനെ കനാൻ നാട്ടിൽ പ്രവേശിച്ച ജനം, ഏത് ജനം? ഇസ്രായേൽ ജനം അവിടെ താമസമാക്കിയപ്പോൾ അവരെ നയിച്ചു വന്നിരുന്നത്, ഇപ്പോ ഈ യോശുവ വരെ നയിച്ചത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പൊ യോശുവ കഴിഞ്ഞ് ഈ ജനത്തെ നയിച്ചത് അതിനുവേണ്ടിയാണ് ന്യായാധിപന്മാര് അതാത് കാലങ്ങളിൽ എഴുന്നേറ്റ്. 15 ന്യായാധിപന്മാരാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ന്യായാധിപന്മാരാണ് ഇവർക്ക് വേണ്ടി ഡയറക്ഷൻ നൽകിയത്. ആർക്കാ? ഈ കനാൻ നാട്ടിൽ എത്തപ്പെട്ട ഇസ്രായേൽ മക്കൾ. അങ്ങനെ ന്യായാധിപന്മാര് ഭരണം നടത്തി. അവര് സ്ഥിരമായ ഭരണമല്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ന്യായാധിപനെ യഹോവയായ ദൈവം ഉയർത്തും. അവരായിരിക്കും അന്ന് അപ്പോൾ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ന്യായാധിപന്മാര് പ്രവർത്തിച്ചത്. ഈ ന്യായാധിപന്മാരുടെ കാലത്താണ് രൂത്ത് വരുന്നത്. ഇപ്പൊ രൂത്തിന്റെ കാലം എന്ന് പറയുന്നത് ഈ ന്യായാധിപന്മാര് ന്യായപാലനം നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ്. അത് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ഇപ്പൊ രൂത്തിന്റെ സ്ഥാനം എവിടാന്ന് മനസ്സിലായല്ലോ.
പിടികിട്ടുന്നുണ്ടല്ലോ. അപ്പം കനാൻ നാട്ടിൽ യോശുവയുടെ നേതൃത്വത്തിലെത്തിയ ജനം അവരവിടെ താമസിച്ചപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ദൈവം ആരെ ഉയർത്തിച്ചെന്നാ ഇപ്പൊ പറഞ്ഞത്? ന്യായാധിപന്മാര്. പ്രധാനമായും 15 ന്യായാധിപന്മാരാണ് ഉണ്ടായിരുന്നത്. ഈ കാലത്താണ് രൂത്തിന്റെ കാലം എന്ന് പറയും. രൂത്ത്. അപ്പം രൂത്തിന്റെ സ്ഥാനം ഇവിടെ പ്ലേസ് എന്നുള്ളത് ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. അങ്ങനെ ന്യായാധിപന്മാർക്ക് ശേഷം പ്രവാചകന്മാരെ ദൈവം ഉയർത്തി. അങ്ങനെ വന്ന പ്രവാചകനാണ് ശമൂവേൽ പ്രവാചകൻ. അപ്പൊ അങ്ങനെ ശമൂവേൽ പ്രവാചകൻ അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജനം ആവശ്യപ്പെട്ടത് എന്താ? മറ്റുള്ള ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും രാജാവിനെ വേണം. അതുവരെ അവർക്ക് രാജാവില്ലായിരുന്നു. യഹോവയായ ദൈവം തന്നെയാണ് അവരെ നടത്തിയത്. യഹോവയായ ദൈവം തന്നെ അതിൻ്റെതായ സമയങ്ങളിൽ അതിൻ്റെതായ ആളുകളിലൂടെ പ്രവർത്തിച്ചു. അപ്പം ഭരണം എന്ന് പറയാൻ ഡയറക്റ്റ് ആയിരുന്നു. യഹോവയായ ദൈവം തന്നെയായിരുന്നു. അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണ സമയത്താണ് ഇവര് പറയുന്നത് ഞങ്ങൾക്ക് രാജാവിനെ വേണം, മറ്റുള്ള എല്ലാവർക്കും രാജാവുണ്ടല്ലോ, ഞങ്ങൾക്കും വേണം. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നല്ലോ. അപ്പം ദൈവം പറയുന്നുണ്ട് അത് വേണോ? ഞാൻ നിങ്ങളെ വഴി നടത്തുന്നില്ലേ? നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിക്കുന്നില്ലേ? തക്ക സമയത്ത് ഞാൻ വേണ്ടവരെ ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ആളുകളെ ഞാൻ നിയോഗിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ അവർ പറയുന്നു അതല്ല, പറ്റത്തില്ല, മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്കും രാജാവിനെ വേണം. ചുരുക്കം പറഞ്ഞാൽ യഹോവയെ ദൈവം അവരുടെ ആവശ്യം അനുസരിച്ച് രാജാവിനെ കൊടുക്കുന്നുണ്ട്. നാം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇസ്രായേൽ മക്കൾക്ക് രാജാവിനെ കൊടുക്കുക എന്ന് പറയുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമല്ല. അത് നാം മനസ്സിലാക്കണം. അവര് രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദൈവം പറയുന്നു അതിന്റെ ആവശ്യമില്ല, അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. കേൾക്കാതെ അവര് ശാഠ്യം പിടിച്ചപ്പോഴാണ് അവർക്ക് വേണ്ടി രാജാവിനെ നൽകുവാൻ ദൈവം ഇഷ്ടം തോന്നിയത്. അത് ദൈവത്തിന്റെ ഒരു പ്ലാനിൽപ്പെട്ട ഒരു കാര്യമല്ലായിരുന്നു. അതിന്റെ ഭവിഷ്യത്താണ് പിന്നീട് നാം കാണുന്നതല്ല. ഈ ഒന്നാമത്തെ രാജാവായിട്ട് ശൗല്, രണ്ടാമത്തെ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോന്റെ മകൻ രെഹബെയാമിന്റെ കാലത്ത് ഈ 12 ഗോത്രങ്ങൾ രണ്ടായി. വടക്ക് ഭാഗത്ത് 10 ഗോത്രങ്ങളുള്ള ഭാഗത്ത്, തെക്കുള്ള 2 ഗോത്രങ്ങളുള്ള ഭാഗത്തെ യഹൂദ എന്നും പേരായി. പിന്നീട് നാം കാണുന്നത് തെക്കുള്ള ഈ ചെറിയ അല്ലെങ്കിൽ 2 ഗോത്രങ്ങൾ മാത്രമുള്ള ഈ ചെറിയ ഭാഗത്ത് മാത്രമേ ആരുണ്ടായിരുന്നുള്ളൂ? ദാവീദിന്റെ സന്തതി പരമ്പര രാജാക്കന്മാരായിട്ട് ഇരുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഫോളോ ചെയ്യുന്നു തോന്നുന്നു. അപ്പം ഈ 10ഉം 2ഉമായിട്ട് ഈ 12 ഗോത്രങ്ങളുള്ള ഈ വലിയ രാജ്യം വിഭജിക്കപ്പെട്ടു. കൂടുതൽ ഭാഗം വടക്കേ രാജ്യമാണ്. അത് ഇസ്രായേൽ എന്നുള്ള പേരായി. 2 ഗോത്രങ്ങൾ മാത്രമുള്ള തെക്കേ ഭാഗത്തിന് യഹൂദ എന്ന പേരായി. ആ യഹൂദ ഭാഗം മാത്രമേ പിന്നെ ആര് ഭരിച്ചുള്ളൂ? ഈ ദാവീദിന്റെ സന്തതിയിൽപ്പെട്ട രാജാക്കന്മാര് ഭരിച്ചുള്ളൂ. അവരിങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ആ ഒരു സന്തതി പരമ്പര രാജാക്കന്മാരായിട്ടിരുന്നു. എന്നാൽ വടക്കേ രാജ്യത്ത് ഈ 10 ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന വടക്കേ രാജ്യം തുടങ്ങി വെച്ചത് യൊരോബെയാം എന്ന് പറയുന്ന ആളാണ്. നബാത്തിന്റെ മകനായ യൊരോബെയാം. ഈ യൊരോബെയാമിന്റെ പിടിച്ചടക്കിയ ആ വടക്കേ രാജ്യം പിന്നീട് ഈ ഒരേ ഇതിൽപ്പെട്ട ആളുകളല്ല ഭരിച്ചത്, ഒരേ തലമുറയിൽപ്പെട്ട ആളുകളല്ല ഭരിച്ചത്. യൊരോബെയാമിന്റെ വംശാവലി അല്ല പിന്നീട് കണ്ടിന്യൂവേഷൻ വന്നത്. അതിങ്ങനെ ഓരോരുത്തരും മാറി മാറി വന്നു. എന്നാൽ തെക്കേ രാജ്യമായ യഹൂദയിൽ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഈ ദാവീദിന്റെ സന്തതികൾ മാത്രമേ ഭരണം നടത്തിയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ രാജാക്കന്മാരെ ഭരണം നടത്തി. ആ സമയത്ത് ഇസ്രായേലിൽ പ്രവർത്തിച്ച ആളുകളാണ് ഈ ഏലിയാവു, എലിശയൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഈ രാജ്യം 2ആയിട്ട് വിഭജിച്ചു. വടക്കേ രാജ്യത്തിന് ഇസ്രായേൽ എന്നും തെക്കേ രാജ്യത്തിന് യഹൂദ എന്നും പേരായി. ഇസ്രായേൽ രാജ്യത്തെ രാജാക്കന്മാർക്ക് വേണ്ട പ്രവചനം നൽകിയ ആളാണ് ഏലിയാവും എലിശയൊക്കെ. അപ്പം ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ കാലത്താണ് എലിശ അവിടെ പ്രവർത്തിച്ചതെന്ന് നമുക്ക് വേദഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ വന്നു. ഇങ്ങനെ 2 രാജ്യങ്ങളിലും മാറി മാറി
രാജാക്കന്മാര് വന്നു. പിന്നീട് നാം കാണുന്നത് ഇതിൽ ഭൂരിഭാഗം ആളുകളും ദൈവ വഴിയിൽ നടന്നവരല്ല. ഈ രാജാക്കന്മാരായി വന്ന ആളുകളെല്ലാം സുഖത്തിലും അതിന്റെ പിന്നാലെയും പോയി ദൈവ വഴി വിട്ടുപോയി. അപ്പൊ ഇങ്ങനെ വരുമെന്ന് ദൈവം തമ്പുരാൻ അറിയാവുന്ന കൊണ്ടാണ് ആദ്യമേ തടസ്സപ്പെടുത്തിയത്. ഞാൻ നിങ്ങൾക്ക് രാജാവായിട്ടിരിക്കുന്നതാണ് നല്ലത്, വേറൊരു രാജാവ് വേണ്ട. എന്നാൽ ഈ ഇസ്രായേൽ മക്കളുടെ നിർബന്ധം മൂലമാണ് രാജാവിനെ ദൈവം അനുവദിച്ചത്. പിന്നീട് നാം കാണുന്നത് ഈ രാജാക്കന്മാരെല്ലാം തെറ്റായ വഴികളിലേക്ക് അവര് പോവുകയും ചെയ്തു, ഇസ്രായേൽ മക്കളെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ വലിയ പാപം ചെയ്യുവാനായിട്ട് കാരണമായി. ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വടക്കേ രാജ്യത്തുള്ള വടക്കേ രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ആ സമയത്ത് പ്രവർത്തിച്ച ആളാണ് യോന. അപ്പൊ യോനയുടെ പ്ലേസ് എവിടാന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ പിന്നീട് നാം ചരിത്രം വായിക്കുന്നത്, വടക്കേ ഈ യഹൂദൻ രാജാക്കന്മാരെല്ലാം തെറ്റിപ്പോയി അവര് യഹോവയുടെ വഴികളെ വിട്ടപ്പോൾ അവരെ കറക്റ്റ് ചെയ്യുവാനായിട്ട് വടക്കേ രാജ്യത്തെ അസൂർ എന്ന് പറയുന്ന രാജ്യം ആക്രമിച്ച് കീഴടക്കി. അസൂർ. തെക്കേ രാജ്യമായ യഹൂദയെ നമുക്കറിയാവുന്ന പോലെ ബാബിലോൺ ആക്രമിച്ച് കീഴടക്കി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രാജാക്കന്മാര് തെറ്റായ രീതിയിൽ പോയപ്പോൾ അവരെ കറക്റ്റ് ചെയ്യുവാനായിട്ട് ദൈവം തമ്പുരാൻ രണ്ടു കൂട്ടരെ അയച്ചു. ആരൊക്കെ അയച്ച്? വടക്കേ രാജ്യത്തുള്ള ഈ 10 ഗോത്രങ്ങളുള്ള വടക്കേ രാജ്യമായ ഇസ്രായേലിനെ കറക്റ്റ് ചെയ്യുവാൻ അശൂരിനെ ഏൽപ്പിച്ചു. അശൂർ എന്ന് പറഞ്ഞ രാജ്യം ഇവരെ ഇൻവൈഡ് ചെയ്ത് അശൂരിലേക്ക് കൊണ്ടുപോയി. തെക്കേ രാജ്യമായ യഹൂദയെ ഇൻവൈഡ് ചെയ്ത് ബാബിലോണിലെ നെബൂഖദ്നേസർ ഇവരെ പ്രവാസികളായിട്ട് ബാബിലോണിൽ കൊണ്ടുപോയി. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ അങ്ങനെ ഈ അശൂരിലെ അതുകൊണ്ടാണ് നാം യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ യോനായോട് ദൈവം പറയുന്നു, നീ എവിടെ പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞത്? നീ നിനവേ പോയി പ്രസംഗിക്കണം. ഈ നിനവേ എന്ന് പറയുന്ന അശൂരിന്റെ തലസ്ഥാനമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരുടെ ശത്രുവാണ് ആരെ? അശൂര്. അപ്പൊ അശൂരിന്റെ ക്യാപിറ്റലാണ് നിനവേ. അപ്പൊ യോനായോട് പറയുന്നത്, നീ നിനവേ പോയി പ്രസംഗിച്ചവരെ നന്നാക്കണം. അതാർക്ക് ഇഷ്ടപ്പെട്ടില്ല? യോനായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമ്മുടെ ശത്രുവിന്റെ അടുത്ത് പോയി പ്രസംഗിച്ച് അവരെ നന്നാക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് അദ്ദേഹത്തെ ഭരിച്ചത്. നാം ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ, അപ്പം ഈ യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലേക്ക് വരണം. അല്ലാതെ നമ്മൾ ഇതുവരെ നിങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഇങ്ങനെ മനസ്സിലാക്കി വേണം അത് വായിക്കാൻ. അപ്പം യോനായോട് പറയുന്നു, നീ നിനവേൽ പോയി പ്രസംഗിച്ച് അവരെ മാനസാന്തരപ്പെടുത്തണം. അപ്പം യോനയുടെ മനസ്സിലൂടെ പോയത് എന്തുവാ? ഞാൻ എവിടെ പോണമെന്നാ? ശത്രുവിന്റെ രാജ്യത്ത് പോയി അവിടെ ക്യാപിറ്റലിൽ പോയി അവരെ പ്രസംഗിച്ച് അവരെ ഈ നാശത്തിൽ നിന്ന് വിടുവിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം അങ്ങോട്ട് പോകാഞ്ഞത്. നിനവേക്ക് പോകാതെ അങ്ങോട്ട് പോയി തർസീസിലേക്ക് പോകാനായിട്ട് തുടങ്ങും. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു പശ്ചാത്തലം ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നാം ആ ഭാഗം വായിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥമായ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടുന്നത്. അപ്പൊ അവിടെയാണ് ആരുടെ സ്ഥാനം? യോന. അപ്പൊ യോന എവിടാണ്? യോനയുടെ പ്ലേസ് എന്ന് മനസ്സിലായല്ലോ. അപ്പം അശൂര് ഈ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ എതിർ രാജ്യമായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് യോനായുടെ സമയം എന്ന് പറയുന്നത്. പിന്നീട് നാം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ ആക്രമിച്ചത് അശൂരാണ്. ആക്രമിച്ച് അവരെ അശൂരിന്റെ അധീനത്തിലാക്കി. തെക്കേ രാജ്യമായ യഹൂദയെ ആരാക്രമിച്ചു? ബാബിലോണിലെ നെബൂഖദ്നേസർ ആക്രമിച്ച് ഇവരെ പ്രവാസികളായിട്ട് ഇവിടെ കൊണ്ടുപോയി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഈ കൊണ്ടുപോയ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ദാനിയേൽ. മനസ്സിലായോ? ഈ ദാനിയേലും അതുപോലെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരൊക്കെ ഈ ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ കൊണ്ടുപോയ ആളുകളിൽപ്പെട്ട ആളുകൾ. ഇപ്പം ഈ ദാനിയേലിന്റെ ഒക്കെ സ്ഥാനം മനസ്സിലായല്ലോ. പിന്നെ ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്ന എവിടുത്തെ കാര്യമാണ് പറയുന്നത്? ബാബേലിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങളിത് ഫോളോ ചെയ്യുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നതെല്ലാം ബാബേലിലെ കാര്യമാണ് പറയുന്നത്.
ബാബേലിൽ ഇവരെങ്ങനെയായിരിക്കുന്നത്? ഇവര് പ്രവാസികളായിട്ട് ബാബേലില്. അപ്പം ബാബേലിൽ ചെന്നു. അവിടുത്തെ രാജാവ് മിടുക്കന്മാരായ ആളുകളെ തെരഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ആരൊക്കെ? ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും. അപ്പൊ അങ്ങനെ ദാനിയേലിന്റെ പ്രവർത്തന സ്ഥലം എന്ന് പറയുന്നത് അപ്പോ ബാബേലിലായിരുന്നു. ബാബേൽ പ്രവാസത്ത് കാലത്ത് ദാനിയേൽ അവിടുത്തെ രാജാവിന്റെ രാജധാനിയിൽ പ്രവർത്തിച്ചു. മനസ്സിലാകുന്നുണ്ടല്ലോ. അതിനുശേഷം നാം മനസ്സിലാക്കണം, ഈ അശൂര് ആരെയാ കീഴടക്കിയത്? വടക്കേ രാജ്യമായ ഇസ്രയേലിന്. പിന്നെ ബാബേൽ ആരെയാ കീഴടക്കിയത്? തെക്കേ രാജ്യമായ യഹൂദയെ. അപ്പൊ ഈ ഇസ്രായേൽ 12 ഗോത്രങ്ങളുള്ള ഈ ഇസ്രായേൽ രാജ്യത്തിന്റെ 10 ഗോത്രങ്ങളുള്ള ഭാഗം ആരുടെ കീഴിലായി പോയി? അശൂരിന്റെ കീഴിലായി. 2 ഗോത്രങ്ങളുള്ള യഹൂദ ഭാഗം ആരുടെ അണ്ടറിലായി? ബാബേലിന്റെ അണ്ടറിലായി. മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നീട് നാം കാണുന്നത് ഈ 2 രാജ്യങ്ങളും കൂടെ, അല്ലെങ്കിൽ ഈ ഇസ്രായേലിനെ കൺട്രോൾ ചെയ്തിരുന്ന അല്ലെ അധിപതികളായിരുന്ന അശൂരിനെയും അതുപോലെ യഹൂദയെ കൺട്രോൾ ചെയ്തിരുന്ന ബാബേലിനെയും തോൽപ്പിച്ചുകൊണ്ട് വേറൊരു ശക്തി വന്നു. അതാണ് പേർഷ്യൻ ശക്തി. അതാണ് പാഴ്സി രാജാവായ കോരശ്. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം ബാബേലിനെയും അവർ കീഴടക്കി. പിന്നെ ആരെയോ? അശൂരിനെയും കീഴടക്കി. അപ്പം ഈ 10 ഗോത്രങ്ങളുള്ള ഭാഗവും 2 ഗോത്രങ്ങളുള്ള ഭാഗവും ആരുടെ കൺട്രോളിൽ വന്നു? പേർഷ്യൻ രാജാവായ കോരശിന്റെ കൈവശം വന്നു. എസ്തേർ എന്ന് പറയുന്ന ഒരു യഹൂദ സ്ത്രീയായിരുന്നു. ഇവര് വടക്കേ രാജ്യത്ത് താമസിച്ചവർ, ഇസ്രയേലിൽ താമസിച്ചവർ. ഈ ഇസ്രയേൽ ഭാഗം അശൂര് കീഴടക്കി. അശൂരിന്റെ അണ്ടറിൽ പോയി. തെക്കേ രാജ്യത്തെ യഹൂദയിലുള്ള ആളുകളായിരുന്നു ഈ ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒക്കെ. ഈ തെക്കേ രാജ്യത്തെ പിടിച്ചുകൊണ്ട് പോയതാരാ? ബാബിലോൺ. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ 2 രാജ്യങ്ങളെ ആര് പിടിച്ചു? പേർഷ്യൻ രാജാവായ കോരശ് പിടിച്ചു. മനസ്സിലാകുന്നല്ലോ. ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ഞാൻ ഈ പറയുന്നത്. ഈ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാകുന്നുള്ളോ അതോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ 2 രാജ്യവും കൂടെ ആരുടെ അണ്ടറിൽ വന്നു? പേർഷ്യയുടെ അധീനത്തിൽ വന്നു. അപ്പൊ പേർഷ്യയുടെ അധീനത്തിൽ വന്നപ്പോൾ നേരത്തെ ഈ അസൂരിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നിനവയായിരുന്നു. അത് മാറ്റിയിട്ട് ഇതിന്റെ 2ന്റെയും കൂടെ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കി. അതാണ് ശൂഷൻ തലസ്ഥാനമാക്കിയത്. അപ്പൊ ആ ശൂഷൻ തലസ്ഥാനമാക്കി അവിടെയാണ് പിന്നീട് രാജധാനി പണിഞ്ഞത്. ഈ രാജധാനിയില് ഈ പേർഷ്യൻ രാജാവ്, ഇപ്പം കോരശിന്റെ സമയം കഴിഞ്ഞപ്പോൾ വന്ന രാജാവായിരുന്നു അഹശ്വേരോശ്. കോരശിന്റെ നെക്സ്റ്റ് ആയിട്ട് വന്നതാണ് അഹശ്വേരോശ്. അഹശ്വേരോശ് രാജാവിന്റെ പത്നിയായിട്ടാണ് ആര് വന്നത്? ഈ എസ്തേർ നാം കാണുന്നത്. അപ്പൊ എസ്തേറിന്റെ സ്ഥാനവും പിടികിട്ടിയല്ലോ. എസ്തേർ ഇവിടെ പ്രവർത്തിച്ചെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പേർഷ്യൻ രാജാവായ കോരശ് ഇതിന്റെ അധീനത അല്ലെങ്കിൽ ഈ ബാബേലും ഒക്കെ പിടിച്ചടക്കിയപ്പോഴാണ് അവിടെ പ്രവാസികളായിരുന്ന ജനങ്ങൾക്ക്, യഹൂദന്മാർക്ക് തിരികെ തങ്ങളുടെ ദേശത്തേക്ക് പോകാനുള്ള അനുവാദം കൊടുത്തു. നമുക്കതറിയാം. ബാബേൽ പ്രവാസത്തിൽ കഴിഞ്ഞ യഹൂദ മക്കള് തിരിച്ചവരുടെ നാട്ടിൽ പോകാൻ പറഞ്ഞത് ആരാ പറഞ്ഞത്? പേർഷ്യൻ രാജാവായ കോരശ്. അപ്പൊ ദൈവം തമ്പുരാൻ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിലേക്ക് നമ്മെ കൊണ്ടുപോകാനായിട്ട് എങ്ങനായാലും നമ്മെ അവിടെ കൊണ്ടുപോകും. എന്നെ പറ്റി ദൈവത്തിനൊരു ഒരു 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 പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറിയാൽ എന്നെ അവിടെ കൊണ്ടുപോകും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. അപ്പം ഇസ്രായേൽ മക്കള് ദൈവത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ വേണം. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിച്ചാ പോരാ, എന്തിനാ പ്രത്യേകിച്ച് രാജാവ്? അല്ല, ഞങ്ങൾക്ക് വേണം. എന്നാ പിടിച്ചു, രാജാവിനെ കൊടുത്തു. പിന്നെയും വന്നത് എവിടാ? ഈ രാജാവ് തെറ്റിപ്പോകുക, അവര് തെറ്റായ രീതിയിൽ ജനത്തെ നയിക്കുക എന്നുള്ളത് കൊണ്ടാണ് ദൈവം നേരത്തെ പറഞ്ഞു അങ്ങനെ വേണ്ടാന്ന്. പക്ഷെ അവര് നിർബന്ധിച്ചപ്പോ കൊടുത്തു. പക്ഷെ പിന്നെ നാം കാണുന്നത് ഈ കൂടുതൽ അങ്ങനെ അഴിമതിയും അല്ലെങ്കിൽ തെറ്റായ രീതിയിലും പോയപ്പോ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആരെ വിട്ടു? അശൂരിനെയും ബാബേലിനെയും വിട്ടു. ബാബിലോണിയ രാജാക്കന്മാരെയും വിട്ടു. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനായാലും തിരിച്ചെവിടെ കൊണ്ടുവരും? നമ്മളിപ്പം ഗൂഗിൾ മാപ്പ് ഇട്ട് ഒരു സ്ഥലത്തിന് പോയാല് നമുക്ക് വഴി കാണിച്ചു തരും.
ചില സമയത്ത് നമ്മൾ വിചാരിക്കും അത് വേണ്ട, എനിക്ക് ഈ വഴി അറിയാവുന്നതാ എന്ന് വിചാരിച്ച് നമ്മൾ ആ വഴി മാറിപ്പോയാലും കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്ത് റീറൂട്ട് ചെയ്തില്ല ചെയ്ത് ഇവിടെ എത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്തിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പൊ ദൈവം തമ്പുരാന്റേതായ പദ്ധതിയുണ്ട്. അതിന് വേറൊരു ഉദാഹരണം നമുക്കറിയാം. യോനായോട് പറഞ്ഞ എവിടെ പോനാ പറഞ്ഞത്? നീ നിനവേ പോയി പ്രസംഗിച്ചവരെ മാനസാന്തരപ്പെടുത്താൻ. യോന ആലോചിച്ചപ്പോ തങ്ങളുടെ രാജ്യത്തിന് എതിരായ രാജ്യമാണ് അശൂര്, അതിന്റെ ക്യാപിറ്റലാ നിനവേ. ഞാൻ അവിടെ പോയി അവരെ നന്നാക്കി സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട കാര്യം എനിക്കെന്താ? ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പം ദൈവം തമ്പുരാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന ദൈവം തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഈ ശത്രു രാജ്യമാണോ അല്ലെങ്കിൽ അല്ലാത്ത രാജ്യമാണോ നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നോഹയോട് പറയുന്നു, യോനായോട് പറയുന്നു, നീ അവിടെ പോയി അവരുടെ തെറ്റിൽ നിന്ന് അവരെ വിടുവിക്ക് എന്ന് പറഞ്ഞപ്പോ യോനയുടെ ചിന്തയിലാ പോയത്. ഞങ്ങളുടെ ശത്രു രാജ്യത്ത് ഞാനെന്തിനാ പോകുന്നത്? എന്നിട്ടും ദൈവം വിട്ടോ ഇല്ല. പോയ വഴിക്ക് കപ്പൽ ഛേദമുണ്ടായി, പിന്നെ മത്സ്യം വിഴുങ്ങി, എന്തെല്ലാം പ്രശ്നമുണ്ടായി. ദൈവം തമ്പുരാൻ പറഞ്ഞ നേരെ കേട്ടിരുന്നെങ്കിലോ? അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചിന്ത എന്ന് പറയുന്നത്, നമ്മെ പറ്റിയും ഏത് കാര്യത്തിനും ദൈവം തമ്പുരാന്റേതായ ഒരു പ്ലാനാണ്. ആ പ്ലാൻ അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത് വിട്ട് നാം നമ്മുടേതായ ചിന്തകളിൽ പോയാൽ അതങ്ങ് വിട്ടുകളയുമെന്ന് വിചാരിക്കരുത്. ശകലം കേടുപാടൊക്കെ വരും തീർച്ച. എന്നിരുന്നാലും ദൈവം തമ്പുരാൻ എന്തുദ്ദേശിച്ചുവോ അത് നടത്തും എന്നുള്ളത് ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നല്ലോ. ഇപ്പം യോനായോട് നേരത്തെ നല്ല കാര്യം പറയുമ്പോഴേ അങ്ങ് പോയിരുന്നെങ്കിൽ പിന്നെ ഈ മീന്റെ വയറ്റിലും പോകത്തിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചൊരു കാര്യം മനുഷ്യരായ നമ്മൾ വിചാരിച്ചാൽ മാറ്റാനൊക്കത്തില്ല. നാം അതിന് വിധേയപ്പെടണം. ഈ ഭാഗമൊക്കെ നാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ വരേണ്ട കാര്യം ഇതാ: ദൈവം തമ്പുരാൻ ഒരു പ്ലാൻ ഉദ്ദേശിച്ചാൽ അത് നടത്തിയിരിക്കും. അതിന് നമ്മൾ എതിര് നിന്നാൽ ഇങ്ങനെയുള്ള ചില വിഷമങ്ങൾ നമുക്ക് വരും. പക്ഷെ എന്നിരുന്നാലും ദൈവം എന്ത് നിശ്ചയിച്ചുവോ അത് നടത്തിയെടുക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഉള്ളൂ. ഇപ്പൊ എസ്തേറിന്റെ സ്ഥാനം മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം. എസ്തേറിന്റെ കാര്യം ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, എസ്തേർ, ശൂഷൻ രാജധാനി, ഇത് ഇന്നടത്താണ്, അശൂരിന്റെയും അതുപോലെ ബാബേലിന്റെയും കൂടെ ക്യാപിറ്റലാണ്. ഇവിടെ ഇപ്പം ഭരിക്കുന്നത് ആരാണ്? പേർഷ്യൻ രാജാവാണ്. പേർഷ്യൻ അതിലെ ആദ്യത്തെ രാജാവായിരുന്നു കോരശ്. പിന്നീട് വന്ന രാജാവാണ് അഹശ്വേരോശ്. അഹശ്വേരോശിന്റെ ഭാര്യയായിരുന്നു എസ്തേർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ പിന്നെ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത കിട്ടും. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോൾ പറയും, ഇപ്പൊ നമ്മൾ 2 സ്ത്രീകളുടെ പേരാ ഇവിടെ പറഞ്ഞു. ഒന്ന് രൂത്തിന്റെ കാര്യം പറഞ്ഞു. രൂത്ത് ഏത് സമയത്ത് ഉള്ള ആളാ? മറന്നുപോയി. ന്യായാധിപന്മാരുടെ കാലത്തുള്ള ആളാണ് രൂത്ത്. വേറൊരു വേദവസ്തയിൽ പറയുന്ന മറ്റൊരു സ്ത്രീയുടെ പേരാണ് എസ്തേർ. ഇവര് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, രൂത്ത് എന്ന് പറയുന്നത് ഒരു മോവാബ്യ സ്ത്രീയാണ്. അവര് യഹൂദനായ ബോസിനെ കല്യാണം കഴിച്ചു. എന്നാൽ ഇവിടെ എസ്തേർ യഹൂദ സ്ത്രീയാണ്. അവരാരെയാ കല്യാണം കഴിച്ച? യഹൂദനല്ലാത്ത പേർഷ്യൻ രാജാവിന്. അപ്പൊ ആ ഒരു വ്യത്യാസം കൊണ്ടൊന്ന് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നല്ലേ ഉള്ളൂ. അപ്പം രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്. മോവാബ്യ സ്ത്രീ എന്ന് പറയുമ്പോ അവർക്ക് യഹൂദന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഭർത്താവ് എന്ന് പറയുന്ന യഹൂദനായ ബോസ്. അതേസമയത്ത് എസ്തേർ എന്ന് പറയുന്നത് യഹൂദ സ്ത്രീയാണ്. എസ്തേർ ഭർത്താവ് എന്ന് പറയുന്ന പേർഷ്യൻ രാജ്യത്തെ യഹൂദനല്ലാത്ത ഒരാളും. ആ ഒരു ബന്ധം കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നാം നമ്മുടെ മനസ്സിലൂടെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലൂടെ വന്ന് വായിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നല്ലതുപോലെ രജിസ്റ്റർ ആകും. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ 4 ക്ലാസ്സുകളും ഈ ഇൻട്രൊഡക്ഷന് വേണ്ടിയൊക്കെ ചെലവഴിച്ചത്. അപ്പൊ ഇന്ന് നാം 4ാമത്തെ ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. 1ാമത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് സത്യവേദ പുസ്തകത്തിന്റെ പ്രത്യേകതകളെന്ത്,
വേദപുസ്തക പഠനം ഏതെല്ലാം രീതിയിൽ ചെയ്യാം. നാം കണ്ടു 40 പേര് 1500 വർഷങ്ങൾ കൊണ്ടാണ് ഈ സത്യവേദ പുസ്തകം എഴുതിയതെന്ന് നാം കണ്ടു. പിന്നീട് നാം ആ ഒന്നാമത്തെ ക്ലാസ്സിൽ കണ്ടത് പഴയ നിയമ ഭാഗത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളും അതിന്റെ കാലക്രമവും ഒന്നാമത്തെ ക്ലാസ്സിൽ കണ്ടു. രണ്ടാമത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും മനസ്സിലാക്കിയത് ഉൽപ്പത്തി മുതൽ മലാഖി വരെ പറയുന്ന ചരിത്രം. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള ചരിത്രം ചുരുക്കമായി നാം കണ്ടു. പിന്നീട് നാം അതിൽ പ്രത്യേകം പറഞ്ഞത് ഉൽപ്പത്തി മുതൽ എസ്തേർ വരെയുള്ള 17 പുസ്തകങ്ങളിലാണ് പഴയ നിയമ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ എസ്തേർ വരെയുള്ള 17 പുസ്തകങ്ങളിലാണ് യഹൂദ ചരിത്രമുള്ളത്, അല്ലെ ഇസ്രായേലിന്റെ ചരിത്രമുള്ളത്. അതിനുശേഷമുള്ള 22 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഈ ചരിത്ര കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. മനസ്സിലായി? അപ്പം ചരിത്രം എവിടെ കൊണ്ട് തീരും? ഈ 17ാമത്തെ പുസ്തകമായ എസ്തേറിൽ തീരും. പിന്നീടുള്ള 22 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഈ ചരിത്ര കാലഘട്ടത്തിൽ എഴുതപ്പെട്ടവയാണ്. പിന്നീട് നാം കണ്ടത് യഹൂദജനം പേർഷ്യൻ ആധിപത്യത്തിൽ ഇരിക്കുമ്പോഴാണ് പഴയ നിയമഭാഗം ചരിത്രം തീരുന്നത്. അത് നാം കണ്ടു. എങ്ങനെയാ അത് തീരുന്നത്? ഇവരെ ബാബിലോണിലേക്ക് അല്ലെങ്കിൽ പ്രവാസികളായിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പേർഷ്യൻ രാജാവ് ബാബിലോണിന്റെ മേൽ അധിപതികളായി. കോരശ രാജാവായപ്പോൾ അവർ പറഞ്ഞു, നിങ്ങള് യഹൂദന്മാരൊക്കെ മടങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആരുടെ നേതൃത്വത്തിൽ ആദ്യം പോയി? സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ ആദ്യം 50,000-ഓളം യഹൂദന്മാര് തിരികെ യെരുശലേമിൽ പോയി. അവരോട് ദേവാലയം പണി ആരംഭിച്ചു. അതിനുശേഷം എസ്രാ പുരോഹിതൻ അവിടേക്ക് വന്ന് അവിടെ ആരാധന ആരംഭിച്ചു. അതിനുശേഷം നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ കുറെ പേര് പോയി അവിടെ മതിൽ പണിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ശലോമോൻ ആദ്യം നിർമ്മിച്ച യെരുശലേം ദേവാലയത്തിന്റെ സ്ഥാനത്ത് ഈ സെരൂബാബേലിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ദേവാലയം അവിടെ പണിഞ്ഞു. അങ്ങനെ പണിഞ്ഞ്, അല്ലെങ്കിൽ ആ സമയത്ത് അപ്പം അവിടുത്തെ ഭരണാധികാരി ആരാ? പേർഷ്യൻ രാജാവ്, പേർഷ്യൻ ആധിപത്യമാണ്. ഇതുവരെയാണ് ഇവിടെ പറയുന്നത്, പഴയ നിയമ പുസ്തകത്തിൽ പറയുന്നു. അപ്പം മലാഖി വരെയുള്ള പഴയ നിയമ പുസ്തകത്തിൽ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എവിടെ അവസാനിക്കുന്നതാ? അവസാനിക്കുന്ന സമയത്ത് പേർഷ്യൻ രാജാക്കന്മാര് ഭരണം നടത്തുന്ന കാലഘട്ടം വരെ. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുമ്പോൾ നാം കാണുന്നത് ആ സമയത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്ന റോമൻ സാമ്രാജ്യം, റോമൻ. അപ്പൊ അതിനു മധ്യേയുള്ള 400ഓളം വർഷങ്ങൾ, 397 വർഷങ്ങളെയാണ് നാം അടുത്ത ക്ലാസ്സിൽ പഠിച്ചതെന്തോ ഇന്റർ ടെസ്റ്റ്മെന്റൽ പീരീഡ്. ഇന്റർ ടെസ്റ്റ്മെന്റൽ പീരീഡ് എന്ന് പറയുന്ന പീരീഡ്. ആ സമയത്ത് നടന്ന എത്ര കൂട്ടരെ അവരെ ഭരിച്ചു? പഴയ നിയമം അവസാനിക്കുന്നത് പേർഷ്യൻ ആധിപത്യം ഉള്ളപ്പോൾ, അതിനുശേഷം വന്നത് ഗ്രീക്ക്, അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള ഗ്രീക്കുകാർ ഭരണം നടത്തി. അതിനുശേഷം ഭരണം നടത്തിയത് അലക്സാണ്ടറുടെ ജനറലായിരുന്ന ടോളമിയുടെ നേതൃത്വത്തിൽ ഈജിപ്റ്റ് അവരുടെ മേൽ അധികാരം നടത്തി. അതിനുശേഷം വന്നത് അലക്സാണ്ടറുടെ മറ്റൊരു ജനറലായിരുന്ന സെലൂക്കസിന്റെ നേതൃത്വത്തിൽ സിറിയ ഇവരെ ഭരിച്ചു. അങ്ങനെ സഖി കെട്ടിട്ട് കുറെ യഹൂദന്മാര് ഈ സിറിയക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടതാണ്. അതിന് പറയുന്നതാണ് മക്കാബിയൻ റിവോൾട്ട്. മക്കാബിയൻ റിവോൾട്ട് എന്ന് പറയുന്ന സംഗതി. അങ്ങനെ മക്കാബിയൻ റിവോൾട്ടിലൂടെ ഈ സിറിയ അല്ലെങ്കിൽ സെലൂക്കസിൽ നിന്ന് ഭരണം ഏറ്റെടുത്തവർ പിന്നീട് അസ്മോണിയൻ പീരീഡ് എന്നറിയപ്പെടുന്ന ആ രീതിയിലുള്ള ഭരണം ആരംഭിച്ചു. ഈ മക്കാബിയര് ഭരണം നടത്തിയ ആ രീതിക്കാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനാണ് അസ്മോണിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. അസ്മോണിയൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു. അവിടുത്തെ രാജാവും പുരോഹിതനും ഒന്നാ എന്ന് പറഞ്ഞാൽ പുരോഹിതൻ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും. ഇതായിരുന്നു ഈ മക്കാബിയൻ ഭരണത്തിന്റെ അല്ലെങ്കിൽ അസ്മോണിയൻ ഭരണകൂടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുശേഷം മക്കാബിയരെ തോൽപ്പിച്ചുകൊണ്ടാണ് റോമൻ സാമ്രാജ്യം പോംബി എന്ന് പറയുന്ന ആൾ ആരംഭിച്ചത്. പോംബി. അപ്പൊ അങ്ങനെ ആണ് ഈ റോമൻ സാമ്രാജ്യം നിലവിൽ വന്നത്. അപ്പൊ ഈ റോമൻ സാമ്രാജ്യത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്.
ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പം ഇൻ ബിറ്റ്വീൻ എത്ര ആളുകൾ ഭരണം നടത്തി? 6 കൂട്ടർ. ആദ്യം പഴയ നിയമം അവസാനിക്കുന്നത് പേർഷ്യൻ ആധിപത്യത്തിൽ, അത് കഴിഞ്ഞിട്ട് വന്നത് ഗ്രീക്ക്, അത് കഴിഞ്ഞിട്ട് വന്നത് ഈജിപ്റ്റ്, അത് കഴിഞ്ഞ് വന്നത് സിറിയ, അതിനുശേഷം വന്നത് മക്കാബിയർ, അതിനുശേഷം മക്കാബിയരെ തോൽപ്പിച്ചിട്ടാണ് റോമൻ സാമ്രാജ്യം പോംബി എന്ന് പറയുന്ന ആള് ആരംഭിച്ചത്. അപ്പൊ മനസ്സിലായല്ലോ. ഇനി അങ്ങനെ ആരംഭിച്ചു. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് പുതിയ നിയമ ഭാഗത്തല്ലെ കർത്താവിന്റെ സമയത്ത് പലസ്തീൻ ദേശം അങ്ങനെയായിരുന്നു. അത് നമ്മൾ കണ്ട അതിന്റെ അതിര് ഏതൊക്കെയാ ഓർക്കുന്നുണ്ടാവുമല്ലോ. 3 ഭാഗമായിട്ട് തിരിച്ചു. വടക്കേ ഭാഗം ഗലീല, നടുവിലുള്ള ശമരിയ, തെക്കേ ഭാഗം യഹൂദ്യ. വടക്കേ ഭാഗത്ത് പെട്ടതാണ് കർത്താവ് നസറേത്ത്. കർത്താവ് ജനിച്ചത് തെക്കേ ഭാഗത്തുള്ള യഹൂദ്യയിലെ ബേത്ലഹേമിൽ. അപ്പൊ നസറേയനായ യേശു ക്രിസ്തു എന്ന് പറയാൻ കാരണം നസറേത്തിലാണ് വളർന്നു നോക്ക്. അപ്പൊ അങ്ങനെ നസറേത്തിൽ നിന്ന് അവര് പേര് ചേർത്താൻ വേണ്ടി ബേത്ലഹേമിൽ വന്നപ്പോഴാണ് കർത്താവ് അവിടെ ജനിച്ചത്. അങ്ങനെ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ നിൽക്കുന്ന പ്രശ്നമാണെന്ന് മനസ്സിലായി. അവിടുത്തെ രാജാവ് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എല്ലാം കൊല്ലാൻ പറഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവിടെ പോയി, ഈജിപ്തിൽ പോയി. ഈജിപ്തിൽ പോയതിനു ശേഷം ഈ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും തിരികെ തങ്ങളുടെ സ്വന്തം ദേശത്ത് വന്നു. അത് എവിടാ വന്നത്? ബേത്ലഹേമിലല്ല വന്നത്, നസറേത്തിൽ വന്നു. മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് നസറേയനായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത്. ഇന്ന് നാം കാണുവാനായിട്ട് പോകുന്നത് ചില രാഷ്ട്രീയ കാര്യങ്ങൾ, ഭരണപരമായ കാര്യങ്ങളാണ് ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ അതോടുകൂടി നമുക്ക് തൽക്കാലം ഈ ക്ലാസ് നിർത്താം. പിന്നീട് ഓരോ പുസ്തകങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഹസ്മോണിയൻ ഭരണത്തിന് ശേഷം റോമൻ അധിപതിയായ പോംബി BC 63 ഈ പ്രദേശത്തിന്റെ റോമൻ അധികാരിയായി നിലവിൽ വന്നു. പോംബിയാണ് ഈ റോമാ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഈ പോംബി ഈ പ്രദേശം ഹസ്മോണിയൻ ഭരണത്തിൽ നിന്ന് പിടിച്ചെടുത്തതിനു ശേഷം ഭരണം ആരംഭിച്ചു. ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളെ പറയുന്ന പേരായിരുന്നു കൈസർ. കൈസർ എന്ന് പറയുന്ന പേര് പൊതുവിലുള്ള പേരാണ്. ഈ റോമൻ ഗവൺമെന്റിന്റെ രാജാക്കന്മാരെ എല്ലാം കൈസർ എന്നാ പറയുന്നത്. ഈ കൈസറുടെ അണ്ടറിൽ ഒരു വലിയ ഏരിയ ആണ് അന്നുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും സ്ഥലം കൺട്രോൾ ചെയ്യുവാനുള്ള വൈഷമ്യം ഉള്ളതുകൊണ്ട് അവരെന്തെന്നറിയോ, നാട്ടുരാജാക്കന്മാരെ നിയമിച്ചു. നാട്ടുരാജാക്കന്മാര്. അപ്പം ഈ യെരുശലേം ഉൾപ്പെടുന്ന ആ പ്രദേശമൊക്കെ ഈ പോംബി പിടിച്ചടക്കി കഴിഞ്ഞപ്പം ആ പ്രദേശത്തൊക്കെ ഇവർക്ക് റോമിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വിഷമമായതുകൊണ്ട് ഓരോ പ്രദേശത്തേക്കും നാട്ടുരാജാക്കന്മാരെ അവരെ നിയമിച്ചു. അങ്ങനെ നിയമിക്കപ്പെട്ട ആളുകളെ ആണ് അന്തിപ്പാസ് എന്നും ഹെരോദാവ് എന്നീ പേരുകൾ അറിയപ്പെട്ടത്. അപ്പൊ അന്തിപ്പാസ് ഹെരോദാവും റോമാക്കാരല്ല, ലോക്കലി എടുത്തവരാ. മനസ്സിലാകുന്നുണ്ടല്ലോ. അതാത് പ്രദേശങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്നത് കർത്താവുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ കാര്യം മാത്രമാണ് പറയുന്നത്, മറ്റുള്ള കാര്യം വിട്ടിട്ടാ പറയുന്നത്. ഇപ്പൊ കർത്താവ് പ്രവർത്തിച്ച ആ ഒരു ഏരിയയിലെ രാജാവ് അന്ന് നാട്ടുരാജാവായിട്ട് ആദ്യം വന്ന ആളെന്ന് പറയുന്നത് അന്തിപ്പാസായിരുന്നു, പിന്നീട് ഹെരോദാവ്. ഇങ്ങനെയുള്ള 2 പേരുകളിലാണ് ഈ നാട്ടുരാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത്. അപ്പം അങ്ങനെ ഈ റോമൻ ഭരണം ആരംഭിച്ചു. ഈ റോമൻ ഭരണത്തിലും അതിന് തൊട്ടുമുമ്പാരാ ഭരിച്ചത് മക്കാബിയൻ ഭരണമാണ്. ഓർക്കുന്നോ? ഹസ്മോണിയൻ സിസ്റ്റം. ഹസ്മോണിയൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത പറഞ്ഞു, അവിടുത്തെ പുരോഹിതൻ തന്നെയാണ് അവിടുത്തെ രാജാവ്. അപ്പൊ അഡ്മിനിസ്ട്രേഷനും അതുപോലെ പൗരോഹിത്യ ജോലി ഒരാളാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എവിടെ ഉണ്ടായി? ഈ ഹസ്മോണിയൻ സിസ്റ്റത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പിന്നീട് റോമൻ ആധിപത്യം വന്നപ്പോഴും കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ടാണ് ഈ മഹാപുരോഹിതന്മാർക്കൊക്കെ പിന്നീടും സ്ഥാനം ഉണ്ടായത്. അപ്പൊ കർത്താവിനെ ക്രൂശിക്കാനായിട്ട് അവര് ട്രയലിനൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ആരുമുണ്ട്? ഈ മഹാപുരോഹിതന്മാരുടെ റോളും അവിടെ കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ മഹാപുരോഹിതന്മാരുടെ റോളൊക്കെ വന്ന ഏതിന്റെ കണ്ടിന്യൂഷനാ? ഈ ഹസ്മോണിയൻ സിസ്റ്റത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നതാ.
ഇപ്പൊ റോമൻ ഭരണാധികാരികൾ ഭരണം ഏറ്റെടുത്തു എങ്കിലും പഴയ ആ ഒരു ചില ആ ഒരു സിസ്റ്റം കുറച്ച് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് ഈ റോമൻ ഭരണകാലത്തും ആർക്ക് പ്രാധാന്യം വന്നത്? മഹാപുരോഹിതന്മാർക്കൊക്കെ പ്രാധാന്യം വന്നത്. മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അങ്ങനെ ഇനി നമുക്ക് നാട്ടുരാജാക്കന്മാരെ പറ്റി ചെറുതായി പഠിക്കാം. അപ്പൊ റോമൻ സാമ്രാജ്യം പോംബി ആരംഭിച്ച് റോമൻ സാമ്രാജ്യം വലിയ സാമ്രാജ്യം ആയതുകൊണ്ട് ഭരണ സൗകര്യത്തിനായി അതാത് സ്ഥലങ്ങളിൽ നാട്ടുരാജാക്കന്മാരെ ഏർപ്പെടുത്തി. അങ്ങനെ ആദ്യമായി നാട്ടുരാജാവായ ആളാണ് അന്തിപ്പാസ് എന്ന് പറയുന്ന ആൾ. അന്തിപ്പാസ് എല്ലാം കേട്ടിട്ടുള്ള പേരാണ് അന്തിപ്പാസ്. ഈ പോംബിക്ക് ശേഷം വന്ന ജൂലിയസ് സീസറാണ് ആദ്യമായി ഇങ്ങനെ ഒരു നാട്ടുരാജാവിനെ നിയമിക്കാൻ തുടങ്ങിയത്. പോംബിയാണ് റോമൻ സാമ്രാജ്യം ആരംഭിച്ചത്. അതിനുശേഷം വന്ന ജൂലിയസ് സീസർ എന്ന് പറയുന്ന രാജാവാണ് നാട്ടുരാജാവായി അന്തിപ്പാസിനെ നിയമിച്ചത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ നാട്ടുരാജാവ് എന്ന് പറയുന്നത് അന്തിപ്പാസ്. ഈ അന്തിപ്പാസ് എന്ന് പറയുന്ന യഹൂദനല്ലായിരുന്നു, ഏദോമിനായിരുന്നു. അപ്പൊ ഏദോമിനായ അന്തിപ്പാസ്. അപ്പം യെരുശലേം അല്ലെങ്കിൽ ആ ഭാഗം ആരാ താമസിക്കുന്നത്? യഹൂദന്മാരാ താമസിക്കുന്നത്. ഈ യഹൂദന്മാര് താമസിക്കുന്നിടത്ത് രാജാവാരാ? നാട്ടുരാജാവാരാ? യഹൂദനല്ലാത്ത ഒരാൾ. അപ്പൊ അങ്ങനെ വന്നു. അതിനുശേഷം വന്ന രണ്ടാമത്തെ രാജാവാണ് ഹെരോദാവ്. അപ്പൊ ആദ്യത്തെ നാട്ടുരാജാവ് അന്തിപ്പാസ്, രണ്ടാമത് അന്തിപ്പാസിന് ശേഷം വന്ന ആളാണ് ഹെരോദാവ്. ഈ ഹെരോദാവ് എന്ന് പറയുന്നത് അന്തിപ്പാസിന്റെ 5 മക്കളിൽ രണ്ടാമനായിരുന്നു. അപ്പൊ ആദ്യത്തെ രാജാവായ അന്തിപ്പാസിന്റെ രണ്ടാമത്തെ പുത്രനാണ് ഹെരോദാവ്. അപ്പൊ അദ്ദേഹത്തെ പറയപ്പെടുന്ന മഹാനായ ഹെരോദാവ് എന്നും കൂടെയാണ്. ഹെരോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹെരോദാവ്. അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് ഈ യഹൂദനല്ലായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. യഹൂദനല്ലായിരുന്നു. ഇപ്പൊ യഹൂദനല്ലാത്ത ഒരാള് യഹൂദന്മാരെ ഭരിക്കാൻ വരുമ്പോ അതിന്റേതായ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഹെരോദാവ് എന്തെന്നറിയോ? യഹൂദന്മാരെ പ്രീണിപ്പിക്കാനുള്ള പണികൾ ചെയ്തു. അതിൽ പ്രധാനമായും വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്നതിനും വലിയ വലിയ പണികൾ ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് തുടങ്ങി. ഇപ്പൊ യഹൂദന്മാർക്ക് താല്പര്യമുള്ള വലിയ പ്രൊജക്ടുകളൊക്കെ ആര് തുടങ്ങി? ഈ ഹെരോദാവ് ചെയ്യുവാനായിട്ട് തുടങ്ങി. അപ്പൊ അപ്പോൾ അദ്ദേഹം ചിന്തിച്ചപ്പോൾ ഏറ്റവും മുന്നിൽ കണ്ട ഒരു കാര്യമായിരുന്നു ഈ സെരുബ്ബാബേൽ പണിഞ്ഞ യെരുശലേം ദേവാലയം. ഇപ്പോ ഇത് എത്രാമത്തെ? രണ്ടാമത്തെ. ആദ്യത്തെ ദേവാലയം എന്ന് പറയുന്നത് ശലോമോൻ പണിഞ്ഞത്. രണ്ടാമത്തെ ദേവാലയം സെരുബ്ബാബേൽ പണിഞ്ഞു. ഈ സെരുബ്ബാബേൽ പണിഞ്ഞ രണ്ടാമത്തെ ദേവാലയം പോംബിയുടെ കാലത്ത്, എന്നുവെച്ചാൽ ഈ റോമൻ സാമ്രാജ്യം ആരംഭിച്ച ഈ പോംബിയുടെ കാലത്ത് ഈ ദേവാലയത്തിന് വളരെയധികം കേടുപാടുകൾ അദ്ദേഹം വരുത്തി. ഈ പോംബി, റോമൻ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന പോംബി യെരുശലേം ദേവാലയത്തിന് പല കേടുപാടുകളും വരുന്നു. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു യഹൂദന്മാരെ പ്രീണപ്പെടുത്തുവാൻ വേണ്ടി ഈ കേടുപാടൊക്കെ ഒന്ന് മാറ്റി ഈ യെരുശലേം ദേവാലയം ഒന്ന് മനോഹരമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഹെരോദ് ദ ഗ്രേറ്റ്, എന്നുവെച്ചാൽ മഹാനായ ഹെരോദാവ് അത് പുതുക്കി പണിയുവാനായിട്ട് ആരംഭിച്ചു. അപ്പം യെരുശലേം ദേവാലയം ഇദ്ദേഹം പുതുക്കി പണിഞ്ഞു. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, യഹൂദന്മാരെ ഒന്ന് പ്രീതിപ്പെടുത്തണം. അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു ഈ യെരുശലേം ദേവാലയം പുതുക്കി പണിയുക എന്ന് പറയുന്നത്. പിന്നെയും ഇദ്ദേഹത്തിനെ പറ്റി നാം മനസ്സിലാക്കേണ്ടത് സ്വന്തം സ്ഥാനം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്ത മനുഷ്യനായിരുന്നു ഇദ്ദേഹം. സ്വന്തം സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടി തന്റെ സ്ഥാനം പോകരുത്. അതിന്റെ ഭാഗമായിട്ടാണ് യഹൂദന്മാരുടെ രാജാവായി ഒരുത്തൻ പിറന്നു എന്ന് വിദ്വാൻമാര് വന്ന് കൊട്ടാരത്തിൽ ചോദിച്ചപ്പോൾ അന്നേരം മുതൽ ഉറക്കം പോയ മനുഷ്യനായത്. യഹൂദന്മാരുടെ രാജാവായിട്ട് ഒരാൾ ജനിച്ചു. ഇപ്പോഴാരാ രാജാവ്? ഹെരോദാവാ. അപ്പൊ തന്റെ സ്ഥാനം പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധം അന്നേരം മുതൽ ആരംഭിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? നേരിട്ട് ആ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല. കാരണം ഇവര് പിന്നെ തിരികെ ഈ വിദ്വാൻമാര് തിരികെ വന്ന് പറഞ്ഞോ? ഇല്ല, ഒരു വേറെ വഴിയായി പോയെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പോയത് കൊണ്ട് എവിടാണ് ഈ കുഞ്ഞെന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ രാജാവിനില്ല. അതുകൊണ്ട് ചെയ്ത പണി എന്തുവാ? ആ ഏജ് ബാറിലുള്ള എല്ലാ കുട്ടികളെയും കൊല്ലുവാൻ ഉത്തരവിട്ടു. 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊല്ലുവാൻ
പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊല്ലാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്റെ സ്ഥാനത്തിന് വല്ലതും സംഭവിക്കുമോ? അപ്പൊ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, ഈ സമയത്ത് ഈ ഹെരോദാവിന്റെ വയസ്സെന്ന് പറയുന്നത് 70. ഈ 70 വയസ്സുള്ള ഈ മനുഷ്യനാണ് ചിന്തിക്കുന്നത് ഈ കൊച്ചിനെയും വളർന്ന് 10-30 വയസ്സാകുമ്പോഴത്തേക്ക് എന്റെ സ്ഥാനത്തിന് ഒരു ഭീഷണിയാ. ആലോചിച്ച് നോക്കണം. അത്രമാത്രം ഒരു കുടുസ് മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു ഹെരോദ് ഗ്രേറ്റ് എന്ന് പറയുന്നത്. തന്നെയുമല്ല, അദ്ദേഹത്തിന് ഈ ചരിത്രം പറയുന്ന 10 ഭാര്യമാരുണ്ടായിരുന്നു. ഈ 10 ഭാര്യമാരിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു മറിയം. ഈ മറിയത്തിനെയും പുത്രന്മാരെയും തന്റെ സ്ഥാനത്തിന് ഏതോ ഭീഷണി ഉണ്ടാകും എന്നുള്ളൊരു അസ്യൂം ചെയ്തിട്ട് ഇവരെയെല്ലാം കുറച്ചുപേരെ കൊന്നു, കുറച്ചുപേരെ നാടുകടത്തി. അങ്ങനെ തന്റെ സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടി ഇപ്പൊ മറിയത്തിനെയും പുത്രന്മാരെയും കൊന്നു, മറ്റുള്ള ഭാര്യമാരെ കുട്ടികളെയൊക്കെ നാടുകടത്തി. അപ്പൊ അങ്ങനെ തന്റെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് ചരിത്രത്തിൽ ഈ ഹെരോദ് ദ ഗ്രേറ്റിനെ പറ്റി നാം കാണുന്നത്. അപ്പം കർത്താവ് ജനിച്ച സമയത്ത് രാജാവെന്ന് പറയുന്നത് മഹാനായ ഹെരോദാവ്. അപ്പം മനസ്സിലായല്ലോ. അപ്പൊ ആദ്യത്തെ രാജാവിന്റെ പേരെന്തോ? അന്തിപ്പാസ്. അന്തിപ്പാസിന്റെ 2ാമത്തെ മകനായിരുന്നു ഹെരോദാവ്. ഈ ഹെരോദാവിന്റെ കാലത്താണ് യെരുശലേം ദേവാലയം പുതുക്കി പണിഞ്ഞത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ട, ഈ യെരുശലേം ദേവാലയം 2 പ്രാവശ്യം പണിഞ്ഞിട്ടുള്ളൂ. ഒന്ന് ശലോമോനും, 2 സെരുബ്ബാബേലും. ഈ 3ാമത് ഇദ്ദേഹം പണിഞ്ഞത് പുതുക്കി പണിഞ്ഞതേ ഉള്ളൂ, ആദ്യം മുതലേ പണിഞ്ഞതല്ല. അപ്പൊ ദേവാലയം 2 പണിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് നമ്മുടെ ശ്രദ്ധയിലൊന്ന് ഇരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അങ്ങനെ യേശുക്രിസ്തുവിന്റെ ജനനസമയത്തുണ്ടായിരുന്ന ആളായിരുന്നു ഈ ഹെരോദാവ്. അപ്പൊ ഈ ഹെരോദാവ് യേശുക്രിസ്തുവിന്റെ ബാല്യകാലത്ത് തന്നെ മരിച്ചു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ മുൻകൂട്ടി ഈ പിള്ളേരെ എല്ലാം കൊന്നെന്ന് വെച്ചു. 70 വയസ്സുള്ള മനുഷ്യന് ഇനി ഈ 1 വയസ്സുള്ള കൊച്ച് വലുതായി തനിക്ക് ഭീഷണിയാകുമോ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ എല്ലാം കൊല്ലാൻ ഉത്തരവിട്ടു. കൊല്ലുകയും ചെയ്തു. യേശുക്രിസ്തുവിനെയും കൊണ്ട് മാതാപിതാക്കൾ ആ രാജ്യം വിട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ ബാല്യകാലത്ത് തന്നെ ഈ മനുഷ്യൻ മരിച്ചു. അപ്പൊ അങ്ങനെ മരിച്ചപ്പോഴാണ് ഈ മാതാപിതാക്കൾ വീണ്ടും തിരിച്ച് ഈ തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക്, അഥവാ നസറേത്തിലേക്ക് വന്ന് താമസമാക്കിയത്. അപ്പം നാം മനസ്സിലാക്കേണ്ട 2ാമത്തെ നാട്ടുരാജാവായിരുന്നു ഹെരോദാവ്. 3ാമത്തെ വന്ന രാജാവായിരുന്നു, ഹെരോദാവിന് ശേഷം വന്ന രാജാവായിരുന്നു ഹെരോദാവ് അന്തിപ്പാസ്. 3ാമത്തെ നാട്ടുരാജാവായിരുന്നു ഹെരോദാവ് അന്തിപ്പാസ്. മഹാനായ ഹെരോദാവിന്റെ 4ാമത്തെ മകനായിരുന്നു ഇദ്ദേഹം. അപ്പൊ ഇവരെല്ലാം ആ ഒരു കുടുംബം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരികയാണ്. അന്തിപ്പാസിന്റെ 2ാമത്തെ മകനായിരുന്നു ഹെരോദാവ്. ഹെരോദാവിന്റെ 4ാമത്തെ മകനായിരുന്നു ഹെരോദാവ് അന്തിപ്പാസ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലത്താണ് യേശുക്രിസ്തുവിനെ ക്രൂശിലേൽപ്പിച്ചത്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഹെരോദ് ദ ഗ്രേറ്റിന്റെ കാലത്ത് കർത്താവ് ജനിച്ചു. അടുത്ത രാജാവായ ഹെരോദാവ് അന്തിപ്പാസിന്റെ കാലത്താണ് കർത്താവിനെ ക്രൂശിച്ചത്. അതിനുശേഷം വന്ന രാജാവായിരുന്നു ഹെരോദാവ് അഗ്രിപ്പാവ്. 4ാമത്തെ രാജാവ് ഹെരോദാവ് അഗ്രിപ്പാവ്. കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം അധികാരമേറ്റു. യാക്കോബ് എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സഹോദരനായി യാക്കോബിനെ കൊന്നത് ഈ രാജാവിന്റെ കാലത്ത്. ആരുടെ കാലത്ത്? ഹെരോദാവ് അഗ്രിപ്പാവ്. 5ാമതായിട്ട് വന്ന രാജാവായിരുന്നു അഗ്രിപ്പാവ് 2ാമൻ. ഈ ഇദ്ദേഹത്തിന്റെ കാലത്താണ് പൗലോസിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. അപ്പൊ അങ്ങനെ പോകുന്നു ഈ നാട്ടുരാജാക്കന്മാരുടെ ചരിത്രം. അപ്പൊ പൗലോസ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കർത്താവ് ജനിക്കുന്ന ആരുടെ കാലത്ത്? ഹെരോദാവിന്റെ കാലത്ത്. ഹെരോദ് ദ ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ കാലത്താണ് കർത്താവ് ജനിക്കുന്നത്. അതിനുശേഷം കർത്താവിന്റെ ബാല്യകാലത്ത് തന്നെ ഈ മനുഷ്യൻ മരിച്ചു. അതിനുശേഷം വന്ന രാജാവായിരുന്നു ഹെരോദാവ് അന്തിപ്പാസ്. ഈ ഹെരോദാവ് അന്തിപ്പാസിന്റെ കാലത്താണ് കർത്താവിനെ ക്രൂശിച്ചത്. അതിനുശേഷം വന്ന രാജാവായിരുന്നു ഹെരോദാവ് അഗ്രിപ്പാവ്. ഈ സമയത്താണ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ കൊന്നത്. പിന്നെ ഈ ഹെരോദ ഗ്രേറ്റിന്റെ കാലത്താണ് യോഹന്നാൻ സ്നാപകനെയും കൊന്നത്. അത് നമ്മൾ ഓർക്കണം. അങ്ങനെയാണ് ഈ നാട്ടുരാജാക്കന്മാരുടെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത്.
ഇങ്ങനെ നാട്ടുരാജാക്കന്മാര് ഭരിക്കുന്ന സമയത്തും ഇതിന്റെ അതോറിറ്റി ആരാ? റോമൻ സാമ്രാജ്യം. റോമൻ ഭരണം അതല്ല. അവരുടെ ഭരണത്തിന്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഈ നാട്ടുരാജാക്കന്മാരെ അതാത് സ്ഥലങ്ങളിൽ ഭരണത്തിന് ഏൽപ്പിച്ചത്. ഇവരെയെല്ലാം നോക്കാൻ വേണ്ടി റോമൻ സാമ്രാജ്യത്തിന്റെ ആളുകളെ നിയമിച്ചു. അതാണ് ഗവർണർമാരെന്ന് പറയുന്നത്. ഗവർണർമാർ. ഇപ്പൊ കർത്താവിന്റെ കാലത്തെ ഗവർണറായിരുന്നു പീലാത്തോസ്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ മനസ്സിലായല്ലോ. അപ്പം അധികാരം റോമൻ സാമ്രാജ്യത്തിന്റേത്. ഭരണ സൗകര്യത്തിന് വേണ്ടി ഈ നാട്ടുരാജാക്കന്മാരെ നിയമിച്ചു. നാട്ടുരാജാക്കന്മാരായിരുന്നു ഈ അഗ്രിപ്പാവും ഹെരോദാവും ഒക്കെ. ഇവരെല്ലാം നിരീക്ഷിക്കാൻ ആരുണ്ട്? റോമൻ ഗവൺമെന്റിന്റെ ഒരു ഏജന്റ് ഉണ്ട്. അവരെ പറയുന്ന പേരാണ് ഗവർണർമാര്. കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന ഗവർണറാണ് പീലാത്തോസ്. ഇപ്പൊ ഇത്രയും ഭരണത്തിന്റെ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. സമയമായെന്ന് എനിക്കറിയാം. എന്നാലും ഇതൊന്ന് തീർക്കേണ്ടതുകൊണ്ട്, ഇന്നുകൊണ്ട് ഇത് തീർക്കുന്നതായതുകൊണ്ട് ഒരു ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് നിർത്തിക്കോളാം. ഇനി നാം മനസ്സിലാക്കേണ്ടത് യഹൂദന്മാരുടെ ആരാധനാ രീതി. ഇത് ഭരണക്രമമാണ് ഇതുവരെ പറഞ്ഞത്. ഇനി യഹൂദന്മാരുടെ ആരാധനാ രീതി. സൃഷ്ടാവായ ദൈവത്തെ മനുഷ്യർ എല്ലാ കാലങ്ങളിലും വിവിധ കാലങ്ങളിൽ വിവിധങ്ങളായ രൂപങ്ങളിലാണ് ദൈവത്തെ ആരാധിച്ചു പോകുന്നത്. അതിന് ഒന്നാമതായിട്ട് യഹൂദന്മാരുടെ ആരാധനാ രീതിയായിരുന്നു വഴിപാടുകളും യാഗങ്ങളും. നാം ആദിമ സഭയില് അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്ന ആരാധനാ രീതി എന്ന് പറയുന്നത് വഴിപാടുകളാലും യാഗങ്ങളാലും ദൈവത്തെ പ്രസാദിപ്പിച്ചു. അത് ഉദാഹരണമാണ് ഹാബേല്, കായീന്, അബ്രഹാം. ഇവരൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്തത് വഴിപാടുകൾ കഴിക്കുക, യാഗങ്ങൾ അർപ്പിക്കുക. അതായിരുന്നു ആദ്യത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കാനുള്ള രണ്ടാമത്തെ രീതി എന്ന് പറയുന്നതായിരുന്നു സമാഗമന കൂടാരം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിലാണ് സീനായി വെച്ച് ആരംഭിച്ചതാണ് ഈ സമാഗമന കൂടാരത്തിലെ ആരാധന. ഇത് 400 വർഷം തുടർന്നു. ഇപ്പൊ ഒന്നാമത്തെ ആരാധനാ രീതി എന്ന് പറയുന്നത് യാഗങ്ങളും അതുപോലെ വഴിപാടുകളും. അബ്രഹാമ്, കായീന്, ഹാബേൽ അവരൊക്കെ ചെയ്ത ആ രീതിയിൽ. അതിനുശേഷം വന്ന ആരാധനാ രീതിയാണ് സമാഗമന കൂടാരത്തിലെ ആരാധന. അത് ആരംഭിച്ച എവിടെയാ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ സീനായിൽ വെച്ച് ആരംഭിച്ചതാണ് സമാഗമന കൂടാരത്തിലെ ആരാധന. അത് എത്ര കൊല്ലം നിലനിന്നു? 400 കൊല്ലം അത് ഫോളോ ചെയ്തു. അതിനുശേഷമാണ് യെരുശലേം ദേവാലയത്തിലെ ആരാധന. മനസ്സിലാണല്ലോ. ഒന്ന് വഴിപാടുകളാലും യാഗങ്ങളാലും, 2 സമാഗമന കൂടാരത്തിലെ ആരാധന, മൂന്നാമത്തതാണ് യെരുശലേം ദേവാലയത്തിലെ ആരാധന. യെരുശലേം ദേവാലയത്തിലെ ആരാധന എന്ന് പറയുമ്പോൾ യെരുശലേം ദേവാലയം ആദ്യം പണിഞ്ഞത് ശലോമോൻ. BC 960 ചേർന്ന് ശലോമോൻ ദേവാലയം പണിഞ്ഞു. ചില ദശകങ്ങൾക്ക് ശേഷം ഈജിപ്റ്റ്, അസീറിയ രാജാക്കന്മാര് ഈ ദേവാലയം കൊള്ളയടിച്ചു. BC 586 ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ദേവാലയവും നഗരവും നശിപ്പിച്ച് ജനത്തെ പ്രവാസികളായി ബാബേലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവര് 70 കൊല്ലം ബാബേലിൽ പ്രവാസികളായിരുന്നു. ഇതാണ് ആദ്യത്തെ യെരുശലേം ദേവാലയം. അതിനുശേഷം പണിഞ്ഞ ദേവാലയമാണ് സെരുബ്ബാബേൽ പണിഞ്ഞ ദേവാലയം. അപ്പൊ ബാബിലോണിൽ പ്രവാസികളായ ജനങ്ങൾ, യഹൂദന്മാര്, ബാബിലോണിലെ പേർഷ്യൻ രാജാവ് ബാബിലോൺ രാജാവിനെ തോൽപ്പിച്ച് അധികാരമേറ്റപ്പോൾ പേർഷ്യൻ രാജാവായ കോരശ് യഹൂദന്മാർക്ക് മടങ്ങിപ്പോകാനുള്ള അനുവാദം കൊടുത്തു. അങ്ങനെ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ കടന്നു വന്ന ജനം പണിഞ്ഞ രണ്ടാമത്തെ ദേവാലയം. പിന്നെ മൂന്നാമത്തെ ദേവാലയം എന്ന് പറയുന്നത്, ഈ രണ്ടാമത്തെ ദേവാലയം നമുക്കറിയാം 50,000-ഓളം ആളുകൾ ആദ്യം സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന ദേവാലയം പണിഞ്ഞു. അതിനുശേഷം പുരോഹിതന്റെ എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ആരാധന ആരംഭിച്ചു. അതിനുശേഷം വന്ന നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മതില് പണിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ദേവാലയം. തുടർന്ന് ഗ്രീക്ക്, ഈജിപ്റ്റ്, സിറിയ എന്നീ നമുക്കറിയാം അത് ഇന്റർ ടെസ്റ്റ്മെന്റൽ പീരീഡ് ആണ്. അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം മക്കാബിയൻ ഭരണം വന്നു. മക്കാബിയൻ ഭരണം കഴിഞ്ഞിട്ട് പിന്നെ ആരാ വന്നു? റോമൻ സാമ്രാജ്യം. പോംബി റോമൻ സാമ്രാജ്യം ആരംഭിച്ചു. ഈ പോംബി
ഈ ദേവാലയം അശുദ്ധമാക്കി. ഈ ദേവാലയം ആര് പണിഞ്ഞതാ? സെരുബ്ബാബേൽ പണിഞ്ഞ ഈ രണ്ടാമത്തെ ദേവാലയം പോമ്പി അധികാരിയായിട്ടിരുന്നപ്പോൾ അശുദ്ധമാക്കുകയും കൊള്ളയടിക്കുകയും കേടുപാട് വരുത്തുകയും ചെയ്തു. അങ്ങനെ കേടുപാട് വരുത്തിയ ആ ദേവാലയമാണ് ആര് ശരിയാക്കിയത്? ഹെരോദാവ് ശരിയാക്കിയത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ദേവാലയം പണിഞ്ഞത് രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് ശലോമോനും, രണ്ട് സെരുബ്ബാബേലും. അങ്ങനെ പോമ്പി കേടുപാടുണ്ടാക്കിയ യെരുശലേം ദേവാലയം നന്നാക്കിയ ആളാണ് ഈ നാട്ടുരാജാവായ ഹെരോദാവ്. ഇപ്പൊ പിടികിട്ടുന്നുണ്ടല്ലോ കാര്യങ്ങള്. ഹെരോദ് ദ ഗ്രേറ്റ്. അങ്ങനെ ദേവാലയം പുതുക്കപ്പടഞ്ഞു. AD 70 ഈ ഹെരോദാവ് പുതുക്കി പണിഞ്ഞ് മനോഹരമാക്കിയ ഈ ദേവാലയം AD 70 റോമൻ ജനറലായ സീസർ യെരുശലേം ദേവാലയം തകർത്ത് കളഞ്ഞു. യെരുശലേം ദേവാലയവും പട്ടണവും പടിഞ്ഞാറേ മതിലൊഴികെ ബാക്കിയുള്ളതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അന്ന് ഈ സീസർ യഹൂദ മക്കളെ, ഇസ്രായേൽ ജനത്തെ 4 വാർഡിലേക്കും ചിന്തിച്ചു കളഞ്ഞു. അവരാ ദേശത്ത് നിൽക്കാതെ വണ്ണം ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും യെരുശലേമിൽ താമസിച്ച യഹൂദന്മാരെ ചിഹ്നിച്ചു കളഞ്ഞു എന്ന് നാം ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. അത് നടന്ന AD 70. ഇതാണ് ഈ ആരാധനയുടെ മൂന്നാമത്തെ രൂപം. നാലാമത്തെ രൂപം എന്ന് പറയുന്നതാണ് സിനഗോഗ്. അപ്പം ഇതുവരെ 3 പറഞ്ഞ് മനസ്സിലായല്ലോ. ആദ്യത്തെ ആരാധന എന്ന് പറയുന്ന വഴിപാടുകളും യാഗങ്ങളും, രണ്ടാമത്തെ സമാഗമന കൂടാരത്തിലെ ആരാധന, മൂന്നാമത്തെ യെരുശലേം ദേവാലയത്തിലെ ആരാധന. അതിൽ തന്നെ 3 കാര്യങ്ങൾ സബ് ഡിവിഷനായിട്ട് പറഞ്ഞു. നാലാമത്തെ ആരാധനാ രീതി എന്ന് പറയുന്നത് സിനഗോഗുകളിലെ ആരാധന. സിനഗോഗുകളിലെ ആരാധന ആരംഭിച്ചത് ബാബേൽ പ്രവാസത്ത് കാലത്ത് ആരംഭിച്ചാണ് സിനഗോഗിലെ ആരാധന. അഞ്ചാമത്തേതാണ് മിഷണറി പ്രവർത്തനത്തിലൂടെ സഭകൾ രൂപപ്പെടുകയും അങ്ങനെ ആരംഭിച്ചതാണ് ഈ സഭകൾ ഉണ്ടാകുകയും അങ്ങനെ ആരാധന കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറഞ്ഞത്. ഇന്ന് നാം പ്രധാനമായും കണ്ടത് ഈ രാഷ്ട്രീയമായ കാര്യങ്ങൾ, ആരൊക്കെയാണ് ആ ദേശം ഭരിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. ഇന്ന് നാം കണ്ടത് രാഷ്ട്രീയപരമായ ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യം പുതിയ നിയമകാലത്ത് അധിപതികളായി വന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ അതാത് സ്ഥലങ്ങളിൽ നാട്ടുരാജാക്കന്മാരെ നിയമിച്ചു. അങ്ങനെ നിയമിക്കപ്പെട്ട രാജാക്കന്മാരെ പറ്റിയൊക്കെ ചിന്തിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി. അപ്പൊ അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ ഇപ്പം ഭരണം നടത്തുന്നത് ആരാ? റോമൻ സാമ്രാജ്യമാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ നാട്ടുരാജാക്കന്മാരുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജീവിത കാലഘട്ടം. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ നാം അതിന്റെ പുസ്തകങ്ങളിലേക്ക് പ്രവേശിക്കണം. ഇതുവരെ ഈ 4 ക്ലാസ്സുകളിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സിലായി കാണുമെന്നുള്ള പ്രത്യാശയിലാണ്. നമ്മളത് നന്നായി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, നമ്മളൊരു പ്രസംഗം കേൾക്കുന്നത് പോലെ കേട്ടിരിക്കാൻ അത്ര ഭംഗി കാണത്തില്ല ഈ ക്ലാസ്സുകളിൽ. ഇത് കുറച്ചുകൂടെ നമുക്ക് അതുപോലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഫോളോ ചെയ്യാനൊക്കത്തുള്ളൂ. ഇനി എന്റെ തോന്നൽ നിങ്ങളുടെയൊക്കെ ഇരുപ്പ് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിലാണ്. ദൈവം തമ്പുരാൻ നമ്മെ കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കൃപ നൽകട്ടെ. ദൈവകൃപയില്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് തിരുവചനം പഠിക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം, ഇന്ന ആളിന് ഇത് മനസ്സിലാകും. അങ്ങനെ ദൈവം വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തിരുവചനം പഠിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് ദൈവം തമ്പുരാൻ നമ്മെ വീണ്ടും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് നിർത്തട്ടെ. താങ്ക് യു.